രാഹുൽ ഗാന്ധിക്കെതിരായ DNA പരാമർശം മയപ്പെടുത്തിയിരിക്കുകയാണ് PV അൻവർ. രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും ഭയങ്കര ബഹുമാനമാണെന്നാണ് അൻവർ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെതിരെ സംസാരിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചാണ് അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ED മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ആ പാവത്തിന്റെ ചെവിയിൽ ഇവിടെയുള്ളവർ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പറയാൻ. LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത്തരം പരാമർശം നടത്തിക്കൊണ്ടാണ് രാഹുലിന്റെ DNA പരിശോധിക്കണമെന്ന് താൻ തിരിച്ചടിച്ചതെന്നും അൻവർ വിശദീകരിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും വലിയ ബഹുമാനമാണുള്ളതെന്നും അൻവർ പറഞ്ഞു. രാഹുൽ അന്തിയുറങ്ങിയ വീടാണ് തന്റേത്. രാജീവ് ഗാന്ധി 1991 കേരളത്തിൽ വന്നപ്പോൾ തന്റെ വാപ്പയുടെ കാറിലായിരുന്നു സഞ്ചരിച്ചത് എന്ന ഓർമ്മയും അൻവർ പങ്കുവച്ചു. മരിക്കുന്നതിന് 14 ദിവസം മുൻപായിരുന്നു അത്. മഞ്ചേരിയിൽ കരുണാകരനും ആന്റണിയും കാറുമായി കാത്തുനിന്നിട്ടും രാജീവ് ഗാന്ധി കയറിയത് വാപ്പയുടെ കാറിലായിരുന്നു. കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വ്യതിയാനം വന്നതോടെയാണ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ഞാൻ ചേർന്നത്. ആ സെക്യുലർ പാർട്ടി നിലപാട് നഷ്ടമാക്കി. വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ RSSനും BJPക്കും അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള പാർട്ടിയിൽ താൻ ഉണ്ടാകില്ലെന്നും അൻവർ തുറന്നടിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് PV അൻവർ നടത്തിയത്. പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ്. എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചെന്നടക്കം അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്കായി. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ലെന്നും ഒഴിയണമെന്നുമാണ് അൻവർ ആവശ്യപ്പെട്ടത്. പാർട്ടിയിൽ അടിമത്തമാണെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തനിക്കും പാർട്ടിക്കുമെതിരായി നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നതും ശ്രദ്ധേയമായി. അൻവറിന്റേത് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. താൻ നേരത്തെ സംശയിച്ച നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അന്വേഷണങ്ങൾ മുൻപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ തുടരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. MLA എന്ന നിലയിൽ അൻവർ തന്നെ പരാതികളിൽ എല്ലാ നടപടിയും സ്വീകരിച്ചിരുന്നു. അതിൽ തൃപ്തനല്ലെന്ന് അൻവർ ഇന്നലെ പറഞ്ഞു. മുന്നണിക്കും സർക്കാരിനും എതിരായാണ് അൻവർ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും പിണറായി വിജയൻ ആരോപിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു. LDFൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ്. വിശദമായ മറുപടി പിന്നീട് പറയുമെന്നും പിണറായി തുറന്നടിച്ചു. അതേസമയം മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് PV അൻവർ. മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയെന്നാണ് അൻവർ പ്രതികരിച്ചത്. തനിക്കൊരു ആശങ്കയും ഭയവുമില്ലെന്ന് വരെ അൻവർ ഉറക്കെ പറയുകയുണ്ടായി. എന്തായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.